ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനയം വന്ന് പൈസയുടെ കണക്കും അതുപോലെ സഹകരണ ബാങ്കിലെ ലോണിന്റെ കണക്കും ഒക്കെ ഇങ്ങനെ പറയാം. അപ്പൊ വിശ്വം ചോദിച്ചാൽ അത് നീ ഒറ്റയ്ക്ക് അങ്ങ് തിരിച്ചെടുക്കാൻ പോവാണോ? നന്നായടാ. അയ്യടാ, ഒറ്റയ്ക്ക് എടുക്കും. അങ്ങനെ ഇപ്പൊ എല്ലാവരും കൂടി എൻ്റെ കാശ് മാത്രം കൊണ്ട് ആധാരം എടുത്ത് സന്തോഷിക്കൊന്നും വേണ്ട. അപ്പൊ കമല ഒന്നും മിണ്ടാണ്ട് കേട്ടോണ്ടിരിക്കുക കേട്ടോ. തരാമെന്ന് പറഞ്ഞ വിഹിതം ഞാൻ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ കാശെടുത്ത് കൊടുക്കുകയാണ്. നന്ദിനിയൊക്കെ വലിയ കാര്യത്തിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. 1,33,333 രൂപ എന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഒരു 3 രൂപയും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. ആകെ സങ്കടത്തിലാണ് കമല ഇങ്ങനെ നോക്കുന്നത്. മാത്രമല്ല വേദയും വിക്രമും വിശ്വേട്ടനും കൂടെ ഇനി വീതം വെച്ചാൽ മതി. വിശ്വം ചോദിച്ചു, ഞാൻ എവിടെ നിന്ന് ഇത്രയും രൂപ ഉണ്ടാക്കാനാ? അതൊന്നും എനിക്കറിയില്ല, എനിക്കറിയേണ്ട കാര്യമില്ല. ഇതേപോലൊരു വിഹിതം നിങ്ങൾ 2 പേരും കൂടി വെച്ചാൽ 3,99,099 രൂപയാകും. 1 രൂപയുടെ കുറവ് അത് അച്ഛൻ കയ്യിൽ നിന്ന് വെച്ചോട്ടെ. എന്താ? അപ്പോഴേക്കും കമല പറഞ്ഞു, ഓഹോ, നീ സമ്പാദിച്ച് കാശുണ്ടാക്കാൻ തുടങ്ങി. ഇപ്പം കാശിനൊക്കെ കൃത്യമായ കണക്കായി അല്ലേ വിനായക? അപ്പോഴേക്കും ഇത് പോയിന്ന് വിചാരിച്ച ആ കുറുക്കാച്ച് തിരികെ കിട്ടിയതാണമ്മേ എന്ന് വേദ പറഞ്ഞു കേട്ടോ. രാവിലെ ഞാൻ ആ ദർശൻ പറഞ്ഞിട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടത്. 6 ലക്ഷം മുഴുവൻ കിട്ടിയോ? നല്ല കാര്യമായി. ആകെ കിട്ടിയത് 4.25 ലക്ഷമാണ്. അപ്പോഴും ബാങ്കിൽ അടയ്ക്കാനുള്ളതുണ്ടല്ലോ അല്ലേ ശ്രീജേടത്തി? അപ്പൊ ബാങ്കിലെ കട തീർക്കാന്ന് നിന്റെ ഭർത്താവ് വിക്രം അല്ലേ വിളിച്ചു പറഞ്ഞത് എന്ന് നന്ദിനി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. എന്നിട്ടും വിനയേട്ടൻ ഈ കാശ് തരാമെന്ന് പറഞ്ഞതുപോലും ഞാൻ നിർബന്ധിച്ചോണ്ടാ. എന്തായാലും നന്ദിക്ക് അത്ര വലിയ മനസ്സുണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം. അമ്മ പരിഹസിക്കൊന്നും വേണ്ട. അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവർക്ക് അതിൻ്റെ വില അറിയത്തുള്ളൂ. അതെ നന്ദിനി, അതെ, നിങ്ങളൊക്കെ അധ്വാനിക്കുമ്പോൾ നല്ല വില. ഇവിടെ മാഷ് എല്ല് മുറിയെ കഷ്ടപ്പെട്ട് പൈസ കൊണ്ടുവരുമ്പോൾ അത് കടമ, അത് ഉത്തരവാദിത്വം അല്ലേ നന്ദിനി എന്ന് ചോദിച്ച് കമല ദേഷ്യപ്പെടുകയാണ്. അപ്പോഴാണ് സുധാകരൻ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. കമല എന്ന് വിളിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ളവരോട് കണക്ക് പറഞ്ഞ് ചെറുതാവാനായിട്ട് നീ നോക്കരുത് കമല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അച്ഛാ, എല്ലാവർക്കും വീടിൻ്റെ കടത്തിൽ തുല്യ ഉത്തരവാദിത്വം അല്ലേ? അതല്ലേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതെ, നീ എന്തായാലും എന്തുദ്ദേശിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. വീട്ടുകാരറിയാതെ നീ സ്വയം സമ്പാദിച്ച ചിട്ടിപ്പണം അല്ലേ? ആ പണം നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. 1 രൂപ പോലും വേണ്ട എനിക്ക്. ഇത്രയും കാലം നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ചെലവാക്കിയ കണക്ക് പറഞ്ഞാലേ അത് കൂട്ടിത്തീർക്കാൻ നീ കുറെ പാടുപെടും. ആ കാശെടുക്കടാ. അങ്ങനെ ആ കാശെടുക്കുകയാണ് കേട്ടോ നമ്മുടെ വിനായകൻ. ഒരിക്കൽ വിക്രം ഇവൾക്ക് കൊടുത്ത പണം ഞാൻ തെറിപ്പിച്ചപ്പോൾ ആരും കാണാതെ നീ അതെടുത്ത് മടി വെച്ചില്ലേ? ഞാൻ കണ്ടായിരുന്നു. ആകെ നാണം കെട്ട് നന്ദിനിയും വിനായകനും ഇങ്ങനെ നിൽക്കുക കേട്ടോ. അന്ന് രാത്രി പണം തട്ടിക്കളഞ്ഞതിന് കമല എന്നോട് പറഞ്ഞു മഹാലക്ഷ്മിയെ തട്ടിക്കളയരുത് എന്ന്. അതെ, ഇത് മഹാലക്ഷ്മി തന്നെയാണ്. അതാണ് ഞാനിപ്പം ഇത് തട്ടിക്കളയാത്തത്. നിന്റെ ഈ ഇത്രയും പൈസ ഉണ്ടല്ലോ, ഈ പൈസ ഞങ്ങളുടെ പറമ്പിൽ ഒരു തവണ തേങ്ങ ഇടുന്ന പൈസയുടെ അത്രയും പോലും ആകുന്നില്ല. അത് 35 വർഷമായിട്ട് വേണ്ടാന്ന് വെച്ചിരിക്കുന്ന എന്നോടാ അവൻ്റെ ഒരു കണക്ക്. പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടേക്ക് ഒരു ജപ്തി നോട്ടീസുമായിട്ട് ഒരു ബാങ്കുകാരും വരാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. നിന്റെ 1,333,033 രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ കളിയാക്കിക്കൊണ്ട് നമ്മുടെ സുധാകരൻ മാഷ് അങ്ങ് പോവാണ്. നന്ദിനിയാണെ കലിമൂത്ത് ആ മുറിയിലേക്ക് വരിക. നിങ്ങൾ കേൾക്കാൻ സമാധാനമായല്ലോ. അച്ഛൻ്റെ വായിലിരിക്കുന്ന മൊത്തം കേട്ടപ്പോൾ സമാധാനമായല്ലോ. അപ്പൊ കാശ് നമുക്ക് കിട്ടിയില്ലേ? അയ്യോ, അതുകൊണ്ട് എന്താ കാര്യം? നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞത് അച്ഛനും അമ്മയും അങ്ങനെയാണോ മനസ്സിലാക്കിയത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ, നീ പറയിപ്പിച്ചല്ലേ. പക്ഷെ അതിലെന്താ തെറ്റുള്ളത്? മൂത്ത പുത്രന് ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ തിന്നു കുടിച്ചിരിക്കുന്നവർക്ക് ആർക്കും ഒരു തെണ്ണമില്ല. ഇളയവനാണ് തല്ലും കൂടി നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇവിടെ കുറേശ്ശെയാണെങ്കിലും മാസം കുറച്ച് തുക അമ്മയുടെ കൈ വെച്ച് കൊടുക്കുന്ന നിങ്ങളാണ് തെറ്റുകാരൻ. കൊള്ളാലോ, ഇതെങ്ങനെയാ? ഏതോ ഒരു സിനിമയില് മമ്മൂട്ടി പറയുന്നുണ്ട്, കൊടുക്കുന്നതിന് എപ്പോഴും കൊടുത്തോണ്ടേയിരിക്കും. അവസാനം ആ സിനിമയിലെ മമ്മൂട്ടിയെ പോലെ തന്നെയാണ് വിനയേട്ടനും എന്ന് പറഞ്ഞപ്പോഴേക്ക് വിനയം പറഞ്ഞു, നിനക്കെന്നോട് സ്നേഹമുണ്ടെന്നറിയാം, എന്നാലും എന്നെ മമ്മൂട്ടിയെപ്പോലൊന്നും താരതമ്യം ചെയ്യണ്ട. എൻ്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കണ്ട കേട്ടോ. ചിട്ടിക്കാരൻ മുങ്ങിന്നറിഞ്ഞപ്പോൾ വേദ വിളിക്കാൻ പോയതാ നമുക്ക് പറ്റിയ തെറ്റ്. എല്ലാവർക്കും കാശ് തിരിച്ചു കിട്ടിയില്ലേ? എന്തായാലും അതാ വക്കീലിനെ വെച്ചിട്ടൊന്നും അല്ലല്ലോ. അതുപോലെ നമുക്കും തിരിച്ചു കിട്ടിയേനെ.
അവള് എപ്പോൾ ഇതിൽ ഇടപെടിപ്പിച്ചോ അപ്പം മുതൽ പൊളിഞ്ഞു കാര്യങ്ങളൊക്കെ എന്ന് നന്ദിനി ഇങ്ങനെ പറയാണ്. വീട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് സഹകരണ ബാങ്കിലെ കടം തീർക്കാനാണെന്ന് അവള് പറഞ്ഞില്ലേ? കാഞ്ഞ ബുദ്ധിയല്ലേ? അതൊക്കെ നമ്മൾ തിരുത്തിയില്ലേ? എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് എന്ന് നന്ദിനി ചോദിക്കുകയാണ്. അവിടെ ലക്ഷ്യം വേറെയാ. തല്ലുകൊള്ളിയാണെങ്കിലും തെമ്മാടിയാണെങ്കിലും അതെ, നിങ്ങളെക്കാളും മേലെയാണ് വിക്രത്തിന്റെ സ്ഥാനം. നിങ്ങളെയൊക്കെ താത്തി കെട്ടിയിട്ട് വിക്രത്തിനെ പൊക്കിക്കൊണ്ടുവരാനാണ് അവള് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ വിശ്വേട്ടന് ജോലി മേടിച്ചു കൊടുത്തത് എന്ന് വിനായകൻ ചോദിക്കുകയാണ്. അപ്പൊ നന്ദിനി പറഞ്ഞു, അത് പിന്നെ ആ ജോലി അവസാനിപ്പിച്ചില്ലേ വിശ്വേട്ടൻ? അത് വേദയുടെ കുഴപ്പമല്ലല്ലോ എന്ന് വിനായകൻ പറഞ്ഞപ്പോൾ അതാണ് നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞത്. അവള് മനഃശാസ്ത്രം പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. അപ്പോഴേക്കും അവള് നിയമമല്ലേ പഠിച്ചത്? അല്ലാതെയും പഠിച്ചുകൂടെ മനഃശാസ്ത്രം? ഓ, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ. എൻ്റെ പൊന്നു മനുഷ്യ, എല്ലാവരെയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവൾ ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടുന്നത്. അവൾ ഈ വീട്ടിലെ സകലരെയും കയ്യിലെടുക്കും. അവള് പതുക്കെ നൈസായിട്ട് കൈക്കലാക്കും. എല്ലാവരെയും പുറത്താക്കിയിട്ട് അവസാനം അവൾ അച്ചമ്മയെ കൈക്കലാക്കും. അച്ചമ്മയും തറവാടും. എടി നന്ദിനി, ഇത്രയും വലിയ വീടും സ്വത്തുക്കളും ഒക്കെ ഇട്ടിട്ട് പോകുന്ന പെണ്ണ സ്വത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നീ ചിന്തിച്ച് കാട് കയറണ്ട. പിന്നെ നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മനസ്സറിയാഞ്ഞിട്ടാ. എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ അവക്ക് ചെയ്യാനും പറ്റും. അത്രേ ഉള്ളൂ. പെണ്ണുങ്ങൾ അങ്ങനെയാ. വിനായകൻ പറഞ്ഞു, ആണോ? അങ്ങനെയാ. എന്തായാലും വേറെയാ. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തെയും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വിക്രം വന്നു. വിക്രം കുറച്ച് കലിപ്പിലാണ് കേട്ടോ വന്നത്. വിക്രം ദേഷ്യത്തോടെ വന്നു. അവിടെ നിൽക്കുന്ന ഇവളെ മൈൻഡ് ചെയ്തൊന്നുമില്ല. നേരെ ആ റൂമിലേക്ക് കയറി, ഔട്ട് ഹൗസിന്റെ ആ റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. കയ്യിലിരുന്ന ഫോണൊക്കെ വലിച്ചെറിയുന്നുണ്ട്. എന്ത് പറ്റി? കലിപ്പിലാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വേദ അങ്ങോട്ടേക്ക് ചെന്നു. കാര്യം പറ മാഷേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 100 തവണ എൻ്റെ സുഖാന്വേഷണത്തിന് നീ ഇങ്ങോട്ടേക്ക് കയറി വരരുത് എന്ന്. ആഹാ, അത് ശരി. പിന്നെ ഞാൻ ആരുടെ കാര്യം അന്വേഷിക്കാനാ? അപ്പുറത്തെ വീട്ടിലെ തങ്കേച്ചിയുടെ മോന്റെ കാര്യം അന്വേഷിക്കട്ടെ. നീ ആരുടെ കാര്യം അന്വേഷിച്ചാലും സാരമില്ല, എൻ്റെ തലേന്നൊന്ന് ഒഴിവായി താ എന്നൊക്കെ പറഞ്ഞ് ഉറക്ക അലറി വിളിക്കുകയാണ് ഈ വിക്രം. അപ്പം വേദ പറഞ്ഞത് പതുക്കെ, കാരണം എല്ലാവരും കേൾക്കില്ലേ, അയൽവക്കക്കാരില്ലേ, മാത്രമല്ല വീട്ടുകാരൊക്കെ ഉറങ്ങുകയല്ലേ. നിങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ നിങ്ങൾ പുറത്താരുമായിട്ടല്ല വഴക്കുണ്ടാക്കിയതെന്ന്, പുറത്താരോ ആയിട്ടോ വഴക്കുണ്ടാക്കിയാണോ വന്നിട്ടുള്ളതെന്ന് മനസ്സിലായി. ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആരോ ആയിട്ട് നിങ്ങൾ തെറ്റിപ്പിരിക്കുകയോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും പുറത്തുള്ള വെറും കൂട്ടുകാരല്ല, നിങ്ങളെ അത്രമേൽ സ്വാധീനിച്ച ഒരു വ്യക്തി തന്നെയാണ്. കൂട്ടുകാർ തമ്മിലുള്ള പ്രശ്നം അവർ നേരിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. പിന്നെ ഉള്ളത് കാമുകിയുമായിട്ടുള്ള ബ്രേക്കപ്പാണ്. എന്തായാലും അങ്ങനെ ഒരു വികാരം നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് അതിനുള്ള സാധ്യതയില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ ഗോഡ് ഫാദർ നിങ്ങളെ തള്ളിപ്പറഞ്ഞാൽ മാത്രമാണ്. അപ്പോഴേക്ക് വിക്രം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. സത്യം പറ വിക്രമാദിത്യ, നിങ്ങളും ശ്രീനിവാസനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പെട്ടെന്ന് വിക്രം എഴുന്നേക്കുക. അപ്പൊ സാറിനെ വിളിച്ച് സംസാരിച്ച നീയാണല്ലേ? അപ്പൊ ഞാനെന്തിനു വിളിക്കണം എന്ന് വേദ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ലാതെ പിന്നെ സാറിനെ അങ്ങനെ പെരുമാറേണ്ട കാര്യം എന്നോടില്ല. സാർ എങ്ങനെ പെരുമാറി ഗുണ്ടാപ്പണി നിർത്താൻ പറഞ്ഞോ? അതോ പാർട്ടിയുടെ യുവജന നേതാവിന്റെ സ്ഥാനം തരില്ല എന്ന് പറഞ്ഞോ? എന്തായാലും അത് നല്ലതിനാണെന്ന് കരുതി സന്തോഷിച്ചോ. ഇനി അച്ഛനെയും അമ്മയും എന്നെയും നോക്കി നല്ല കുടുംബസ്ഥനായിട്ട് അങ്ങ് ജീവിക്കുക. അപ്പോഴേക്കും തല്ലാനായിട്ട് കൈ ഉയർത്താണ് വേദയെ വിക്രം. കൈ കെട്ടി നിന്ന് കൊടുത്തു വേദ. തല്ലുന്നില്ലേ? മുഖത്തേക്ക് നോക്കണം മിസ്റ്റർ. നിങ്ങൾ കയറി വന്നപ്പോൾ ഇമോഷണലി ഷാറ്റേഡ് ആണെന്ന് എനിക്ക് തോന്നി. അതിന് കാരണം ആലോചിച്ചപ്പോൾ ഈ ഉത്തരത്തിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിൽ അത് നിങ്ങളുടെ മനസ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന കാരണം കൊണ്ടാണ്. അല്ലാതെ നിങ്ങളുടെ ശ്രീനിവാസനെ ഫോണിൽ വിളിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയത് കൊണ്ടൊന്നും അല്ല. കേട്ടല്ലോ? പെട്ടെന്ന് തന്നെ വിക്രം വണ്ടിയുടെ വണ്ടിയെടുത്ത് പോകാനായിട്ട് തുടങ്ങുകയാണ്. വേറെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഇത് എങ്ങോട്ടായെന്ന്. ഒന്നും മിണ്ടിയില്ല. വണ്ടി എടുത്തുകൊണ്ട് ഇവൾക്ക് മറുപടി ഒന്നും കൊടുക്കാതെ വിക്രം അങ്ങ് പോയി. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയിട്ടാണ് പിന്നെ വേദ പുറത്തേക്ക് വന്ന് നോക്കുന്നത് ഇവൻ വന്നിട്ടുണ്ടോ എന്ന്. പക്ഷേ ആ മുറിയിലെങ്ങും അവനെ കണ്ടില്ല കേട്ടോ. ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ എന്ന് ഒരു ആശങ്കപ്പെട്ടുകൊണ്ട് വർക്ക്ഷോപ്പിലെ രാജേട്ടനെ വിളിക്കുകയാണ്. രാജേട്ടനല്ലേ? ഞാൻ വേദയാ. പറ മോളെ, വിക്രം അവിടെ ഉണ്ടോ? ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇന്നലെ രാത്രി എപ്പോഴാ വന്നേന്നറിയില്ല. ഇവിടെ ഉണ്ട്. എന്താ കാര്യം? ഒന്നുമില്ല. അല്ല, ഓന്തോടിയാൽ വേലിപ്പടർപ്പ് വരെ എന്ന് മുത്തശ്ശി പറയാറുണ്ട്. അത് ശരിയാണോന്നറിയാൻ വിളിച്ചതാ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ. രാജേട്ടനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. എന്നാ ശരിയെന്ന് പറഞ്ഞ് രാജേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങാണ്. വെളുപ്പങ്കാലത്തല്ലേ വിളിച്ചത്.
എന്തായാലും ശ്രീജ അടുക്കളപ്പുറത്ത് വന്ന് ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വേദ അടുക്കളയിൽ ഓരോ ജോലിയിലാണ്. വേദ ചോറ് പാത്രത്തിൽ ചോറൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ ശ്രീജ ചോദിച്ചു, ആർക്കാ ഇത്? ഇത് എൻ്റെ താലി കെട്ടിയവനുള്ളതാ. അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു, ആർക്ക് വേണ്ടിയാ കൊണ്ടുപോകുന്നെന്നാ പറഞ്ഞ? എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്. നടന്ന് തന്നെ. ഇത് അച്ഛൻ അറിഞ്ഞ എന്താവെന്നറിയാവോ? എന്നാ ഒരു കാര്യം ചെയ്യുക, നന്ദിനി എടുത്തി ചെന്ന് അച്ഛനെ അറിയിച്ചിട്ട് വാ, എന്നിട്ടേ ഞാൻ പോണുള്ളൂ. അപ്പം നിനക്ക് അത്രയ്ക്ക് നെകളിപ്പൊക്കെ ആയോ? പിന്നെ ഓരോ ദിവസവും ചെല്ലുന്തോറും നെകളിപ്പ് കൂടി വരികയല്ലേ. എന്തായാലും ഇന്നലെ അച്ഛൻ നിങ്ങളെ സഹായിക്കാൻ നിൽക്കരുത് എന്ന് എന്നെ ഉപദേശിക്കുകയോടെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നെകളിപ്പ് 25% കൂടി വർദ്ധിച്ചു. എന്തേ, വിഷമം വല്ലോ ആയോ? പിന്നെ എൻ്റെ വിഷമത്തെക്കുറിച്ച് നീ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇമ്മാതിരി ചപ്പടാച്ചി കൊണ്ടൊന്നും വിക്രം നിന്റെ തലയിൽ നിന്റെ വല വീഴാൻ പോകുന്നില്ല. അപ്പോഴേക്കും വേദ ചോദിച്ചു, നിങ്ങൾ എന്താ രാവിലെ എന്നോട് വഴക്കിടാൻ വരിക? നിങ്ങളെന്നോ? എന്നെയോ? കേട്ടില്ല ശ്രീചേച്ചി, ഏട്ടത്തി വിളി പോയി നിങ്ങളായി, ഇപ്പൊ അവസാനം നീന്നും ആകും. അപ്പൊ ശ്രീജ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്ന നന്ദിനി, വേദ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ വേദ പറഞ്ഞു, അതെ ശ്രീജേടത്തിക്ക് അത് മനസ്സിലാക്കും, പക്ഷേ വെറുതെ ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കാൻ വരുന്ന നന്ദിനിയടത്തിക്ക് ഇതൊന്നും അറിയത്തില്ല, മനസ്സിലാവൂല്ല. നന്ദിനിയടത്തി, ഈ വീട്ടിലും ആളുകൾക്കിടയിലും എനിക്ക് അംഗീകാരം ഉണ്ടാവില്ല എന്ന് നന്ദിനിയടത്തി തന്നെ അങ്ങ് വെല്ലുവിളിച്ചില്ലേ? എന്നിട്ട് എന്തായി? എൻ്റെ കാല് കഴുകി നന്ദിനിയടത്ത് തന്നെ എന്നെ അകത്ത് കയറ്റിയില്ലേ? ശരിയാ, നന്ദിനി ഓർക്കുക, മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കാല് കഴുകി കയറ്റിയ കാര്യം. ഇനി വിക്രമന് ഞാൻ എൻ്റെ ചൊൽപ്പടിക്ക് നിർത്തും. ഞാൻ നടക്കാൻ പറഞ്ഞാൽ നിൽക്കും, നിൽക്കാൻ പറഞ്ഞാൽ നടക്കാൻ പറഞ്ഞാൽ നടക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. നോയിക്കോ, നന്ദിനിയടത്തിനെ മുന്നിൽ വെച്ച് തന്നെ ഞാനത് കാണിച്ചു തരാം. ചലഞ്ചിലുണ്ടോ? ഒന്നുമില്ല കേട്ടോ, മിണ്ടുന്നില്ല നന്ദിനി. കാരണം ധൈര്യമില്ല. എന്തായാലും ശ്രീജേടത്തിക്ക് വല്ല പണിയിലും സഹായിച്ചു കൊടുക്കുക, വിക്രത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നന്ദിനി ദേഷ്യം വന്നിട്ടോ ഒറ്റ പോക്കട്ടോ. എന്തായാലും വേറെ നിന്ന് ചിരിക്കുക നന്ദിനിയുടെ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. ഇതേ സമയം വിക്രം ആകെ സങ്കടത്തിലാണ് കേട്ടോ. ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകളാണ് വിക്രത്തിന്റെ ചെവിയിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനിവാസൻ തന്നെ തള്ളിക്കളഞ്ഞു എന്നൊരു തോന്നല്. എന്തായാലും ഇവൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ജോസഫും അനിയൻകുട്ടനും രാജേട്ടനും ഒക്കെ ഉണ്ട്. നീ രാത്രിയിൽ വന്ന് കിടന്നു, നീ ഇത്രമാത്രം ഫീൽ ചെയ്യുന്ന എന്തിനാ? നിന്റെ അച്ഛനും എന്തായാലും വീട്ടിൽ വെച്ച് സംസാരിച്ച കേട്ടപ്പോൾ ശ്രീനി സാറിന് സ്വന്തം അച്ഛന് ഓർമ്മ വന്നു, അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പൊ ജീവിതത്തിൽ ആരെങ്കിലും രാജേട്ടൻ ദൈവത്തെ പോലെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണെന്ന് ആ ഒരു രീതിയിൽ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? അത് ഓരോരുത്തരുടെ സന്ദർഭത്തിനും സമയത്തിനും അനുസരിച്ച് മാറ്റം വരും വിക്രമ എന്ന് രാജേട്ടൻ ഇങ്ങനെ പറയാണ്. വിക്രം, ചെറുപ്പത്തിലെ എനിക്ക് ഏറ്റവും സ്നേഹം എൻ്റെ അച്ഛനോടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തിനും ഏതിനും ഞാൻ അച്ഛനെയായിരുന്നു ആശ്രയിച്ചിരുന്നതും. എന്നെ പ്രസവിച്ചപ്പോഴേ എൻ്റെ അമ്മ മരിച്ചതാ എന്നൊക്കെ പറഞ്ഞ് അനിയൻകുട്ടൻ പറയുകയാണെ. എനിക്ക് 6-7 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ജീവിതകാലം മുഴുവൻ ഇതുപോലെ പൊക്കമില്ലാത്തൊരുത്തനായിട്ട് ജീവിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അച്ഛനും മനസ്സിലായി. ഒരു ദിവസം എന്നെയും കൂട്ടി അച്ഛൻ നമ്മുടെ ടൗണിലേക്ക് വന്നു. കാഴ്ച ബംഗ്ലാവും പത്മനാഭസ്വാമി ക്ഷേത്രവും ഒക്കെ കാണിച്ചു തന്നു. പത്മതീത്ര കളത്തിന്റെ കരയില് എന്നെ ഇരുത്തിയിട്ട് മിഠായി വാങ്ങിത്തരാമെന്നും പറഞ്ഞ് അച്ഛനൊരു പോക്കങ്ങ് പോയതാ. പിന്നീട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ എല്ലാവരും കൂടി കൊണ്ടെത്തിച്ചത് അവിടെ കുറെ ആൾക്കാർ ചേർക്കൊണ്ട് ശ്രീനി സാറിന്റെ കെട്ടിടത്തിലാണ്. പിന്നെ സാറിന്റെ കാരുണ്യത്തിലാണ് ഞാൻ വളർന്നതും ഈ രായേട്ടന്റെ കൂടെ കൂടിയതും ഒക്കെ എന്നനിയും കൊണ്ട് ഇങ്ങനെ പറയാട്ടോ. കേട്ടവർക്ക് സങ്കടമെങ്കിലും ചിരിച്ചോണ്ടാണ് അയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ കഥയല്ല. അന്ന് എന്നെ ഉപേക്ഷിച്ചു പോയ അച്ഛനോട് എനിക്ക് തീരാത്ത പകയായിരുന്നു, കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനോട് പാവം തോന്നീനെ. അന്ന് മറ്റൊരു കല്യാണം കഴിക്കാനുള്ള ആലോചനയായിരുന്നു അച്ഛന്. അങ്ങനെ ഒരു ജീവിതത്തിൽ ഞാനൊരു ഭാരമായി പോകുമെന്ന് ആ പാവം വിചാരിച്ചു കാണും. എൻ്റെ ജീവിതം രണ്ടാനമ്മയോടൊപ്പം നരകതുല്യമാവുന്ന പുള്ളി കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്നേഹം കൊണ്ടായിരിക്കില്ലേ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുക? ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുക, അല്ലേ രാജേട്ടാ? അപ്പോഴേക്കും രാജേട്ടൻ ചിരിക്കാനുണ്ടോ? അല്ല ജോസഫിനാണ് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നീ പറഞ്ഞു വരുന്നത് ശ്രീനി സാർ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത് എന്നാണോ? അപ്പൊ രാജേട്ടൻ പറഞ്ഞു, അതിന് ഉത്തരം ഞാൻ പറഞ്ഞു തരാം. നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം എന്താ ഉണ്ടായെന്നറിയോ? എന്തായാലും നമ്മുടെ രാജേട്ടൻ സഖാവിനോട്, അതായത് ശ്രീനിവാസന്റെ അണികളോട് സംസാരിക്കുന്ന കാരണമാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. ശ്രീനിവാസന്റെ അണികളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് സഖാവ്. ഏട്ടനോടൊന്ന് ചോദിക്കണം, വിക്രത്തിനോട് പെരുമാറിയത് ശരിയായില്ലെന്ന് പറ. പാവം വിഷമിച്ചാ പോയത്.
അപ്പം വിക്രത്തിൻ്റെ അച്ഛൻ ആ രീതിയിലാണ് സഖാവിനോട് സംസാരിച്ചത്. അപ്പം സഖാവിന് വലിയ വിഷമമായി പോയി. എന്തായാലും വിക്രം എന്ത് പഴച്ചു, നമുക്ക് ഒന്നുകൂടെ പോയി ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഇവർ പോയി ചോദിക്കാൻ പോവാ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സി ഓക്കെ, താങ്ക് യു.